പുറത്ത് നല്ല മഴയായതുകൊണ്ടും അകത്ത് കറണ്ടും വെളിച്ചവും ഇല്ലാത്തത് കൊണ്ടും അൺബോക്സിങ് വീഡിയോ ബാൽക്കണി വെച്ച് ചെയ്യാമെന്ന് കരുതി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്ന 2 ബോക്സുകൾ. ഓഫറിന് കിട്ടിയപ്പോൾ ഞാനങ്ങ് എടുത്തു. ഇത് ആക്ച്വലി ഓഫറിന് കിട്ടിയതുകൊണ്ട് എടുത്തതല്ല, എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ വാനിറ്റി ബോക്സ് പൊട്ടിപ്പോയതുകൊണ്ടാണ് എനിക്കിതിപ്പോൾ തന്നെ വാങ്ങേണ്ടി വന്നത്. ഇനി ഇത് കൊണ്ടുപോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാണുമ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിലും ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഈ ഭാഗം പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ആ മിഡിലുള്ള ഡ്രോയർ എനിക്ക് അതിൻ്റെ വെയിറ്റ് അതിൽ ഹോൾഡ് ചെയ്യാതെ തുറന്ന് വന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ താഴത്തെ ജാമായി പോവുകയും ചെയ്തു ഈ പൊട്ടൽ കാരണം. അപ്പം നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. 2 ബോക്സിൽ ഏതാദ്യം അൺബോക്സ് ചെയ്യുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ വലിയ ബോക്സ് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് കരുതി. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ശുഷ്കാന്തിയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത അതേ പ്രോഡക്റ്റ് തന്നെയാണോ വന്നത്, അതിന് എക്സ്പെക്റ്റ് ചെയ്ത ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലൂടെയാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ എൻ്റെ 2 മേക്കപ്പ് വാനിറ്റിയിലുള്ള പ്രോഡക്ട്സും കൂടെ ഒന്നിച്ച് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റണേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പ്രോഡക്റ്റ് വെളിയിലെടുത്ത് കഴിഞ്ഞപ്പം എൻ്റെ പ്രാർത്ഥന സഫലമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വലിപ്പം അത്രയ്ക്കുണ്ട്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അതേ ക്വാളിറ്റിയാണ്. ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത ഡിസൈനാണ് ഈ മുകളിൽ കാണുന്നത്. അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ക്വാളിറ്റിയും വലിപ്പവും ഞാൻ ഉദ്ദേശിച്ചതായതുകൊണ്ട് അതിലെനിക്കൊരു പരാതിയില്ല. വലിയ ബോക്സ് കണ്ടു കഴിഞ്ഞപ്പം ഈ ചെറിയ ബോക്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും വലിയ ബോക്സിൽ കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ. ഈ ചെറിയ ബോക്സ് ഉണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ്. കാരണം ഇതിലെല്ലാത്തിനും സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ബ്രഷസ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ മേക്കപ്പ് ബ്രഷസ് ഒക്കെ വെക്കാം. അപ്പോൾ ചെറിയ മേക്കപ്പ് വർക്കുകളൊക്കെ വരുവാണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വർക്ക് വന്നാൽ എനിക്കിത് യൂസ് ആക്കാം. അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം ഞാൻ മാറ്റുകയും ചെയ്തു. അപ്പോൾ പ്രോഡക്റ്റ്സ് എല്ലാം മാറ്റി കഴിഞ്ഞപ്പം എനിക്കിതാ എൻ്റെ ഈ പഴയ വാനിറ്റിയും ബാഗൊക്കെ മിച്ചം വന്നു. ഇപ്പോൾ കണ്ടോ, ഈ ബാഗ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും യൂസ് ആയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ അകത്ത് കൊള്ളേണ്ട പ്രോഡക്റ്റും കൂടെ വലിയ വാനിറ്റിയിൽ കൊണ്ടു. അപ്പം ഇതെനിക്ക് റിട്ടേൺ അയക്കണം എന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു റിട്ടേൺ വിടണ്ട, ഇതെന്തായാലും യൂസാവും. ചെറിയ ചെറിയ വർക്കുകൾ വരുമ്പം അതിന് നിനക്ക് യൂസാക്കാം, കൊണ്ടുപോകാനും എളുപ്പമായിരിക്കും. വലിയ ബാഗ് ചുമക്കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് ഇത് ഞാൻ എന്തായാലും കയ്യിൽ കരുതുവാണ്. റിട്ടേൺ വിടുന്നില്ല എന്ന് കരുതി. അപ്പോൾ എൻ്റെ എല്ലാ ഐറ്റംസും, എല്ലാ പ്രോഡക്റ്റ്സും ഈ ബോക്സിലുണ്ടായിരുന്നതും മറ്റേ സൂട്ട് കേസിലുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഒറ്റ ബാഗിൻ്റെ അകത്ത് കൊള്ളിച്ചു. ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.